RSS ദേശീയ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബെല്ലയുമായി തൃശൂരിൽ ADGP കൂടിക്കാഴ്ച നടത്തിയെന്ന് MR അജിത് കുമാർ സമ്മതിച്ചു. സ്വകാര്യ സന്ദർശനമാണെന്നാണ് അദ്ദേഹം മുഖ്യമന്ത്രി ഓഫീസിനോട് വിശദീകരിച്ചത്. RSS നേതാവിനെ കാണാൻ MR അജിത് കുമാർ സ്വകാര്യ വാഹനത്തിലാണ് എത്തിയതെന്ന് DGPയെയും ഇന്റലിജൻസ് മേധാവിയെയും സ്പെഷ്യൽ ബ്രാഞ്ച് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. RSS നേതാവ് ജയകുമാറിൻ്റെ വാഹനത്തിലാണ് അദ്ദേഹം കൂടിക്കാഴ്ചയ്ക്ക് പോയത്. കഴിഞ്ഞ കൊല്ലം മെയ് 22-ന് ആണ് ADGP സന്ദർശനം നടത്തിയത്. ADGP ആരെങ്കിലും കാണാൻ പോയാൽ CPM-ന് എന്ത് കാര്യമെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് ചോദിച്ചിരുന്നത്. RSS-ന്റെ ദേശീയ ഉപനേതാവുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്നൊരു ഔദ്യോഗിക സ്ഥിരീകരണമാണ്. അതുകൊണ്ടോ ADGP പഠിക്കാൻ പോയി നമ്മളെന്താ ഉത്തരവാദി? കൂടിക്കാഴ്ചയുടെ വാർത്ത സത്യമെങ്കിൽ ഗൗരവതരമെന്ന CPI നേതാവും തൃശൂർ LDF സ്ഥാനാർത്ഥിയുമായിരുന്ന VS സുനിൽകുമാർ പറഞ്ഞു. അപ്പോൾ വാർത്ത അനുസരിച്ചാണെങ്കിൽ അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ഇദ്ദേഹം അവിടെ സന്ദർശനം നടത്തിയത് നിങ്ങൾ പറയുന്ന അനുസരിച്ച് പൂരത്തിനെ അലങ്കോലപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ അപ്പോൾ അതിലെ ഒരു കക്ഷി RSS ആണെന്ന് നിങ്ങളിപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ്. അതുതന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പൂരം കലക്കുന്നതിന് പിന്നിൽ ഒരു കക്ഷി BJP ആണെന്നുള്ളതാണ്, അല്ലെങ്കിൽ RSS ആണെന്നുള്ളതാണ്. ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിൻ്റെ വിവരം പുറത്തുവിടണമെന്നും അതെന്താണ് ജനങ്ങൾ അറിയണമെന്ന് ഞാൻ പറയാൻ കാരണം അത് ഗൗരവതരമായ റിപ്പോർട്ടായിരിക്കും എന്നുള്ളതുകൊണ്ടാണ്. തൃശൂരിൽ BJPയെ ജയിപ്പിക്കാനുള്ള ഗൂഢാലോചനയുടെ തുടക്കമായിരുന്നു ADGPയുടെ കൂടിക്കാഴ്ചയെന്ന് UDF സ്ഥാനാർത്ഥിയായിരുന്ന K മുരളീധരനും പ്രതികരിച്ചു. ADGP ആണ് അതിൻ്റെ സൂത്രധാരകൻ. 2023 മെയ് മാസത്തിൽ തിരക്കഥ ആരംഭിച്ചു. പിന്നീട് ഓരോ ഘട്ടങ്ങളിലായി ഷൂട്ടിംഗ് പൂർത്തിയാക്കി. പൂരത്തിൻ്റെ അന്ന് രാത്രി വിജയകരമായി ആ പദ്ധതി നടപ്പാക്കി. അതിൻ്റെ മെച്ചം BJPക്ക് ലഭിച്ചു. മുഖ്യമന്ത്രിക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ: 1 കേസുകൾ പിൻവലിക്കുക, കരുവണ്ണൂർ ബാങ്ക് തട്ടിപ്പ് ഉൾപ്പെടെ; 2 ഭരണ തുടർച്ചയുണ്ടാക്കുക. കേരളത്തിനോട് മാത്രമല്ല, സ്വന്തം പ്രസ്ഥാനത്തിനോടും. ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ത്യാഗം കൊണ്ട് പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനത്തിനെ RSSന് വേണ്ടി, സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഒറ്റിക്കൊടുത്ത മുഖ്യമന്ത്രി എന്നാണ് ഭാവിയിൽ പിണറായി വിജയൻ അറിയപ്പെടുക. വിവാദങ്ങൾ കത്തിപ്പടരുകയാണ്. ഈ അവസരത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദും അതുപോലെ നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകൻ B ദിലീപ് കുമാർ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്നും തത്സമയം ചേരുകയാണ്. ആദ്യം അലക്സ് റാം മുഹമ്മദിലേക്ക്. അലക്സ് റാം, ഗുഡ് മോർണിംഗ് എഗെയിൻ. പറയൂ അലക്സ് റാം, ഈ വാദങ്ങൾ കൂടുതൽ പടരുന്നു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇതിനെക്കുറിച്ച് ഇന്ന് കാലത്ത് പ്രതികരിച്ചിരിക്കുന്നു. മറ്റു വിവരങ്ങൾ, LDF ക്യാമ്പുകളിലും ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? SKN പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ച ഈ ഗുരുതര ആരോപണം അത് CPIM-നെയും അതുപോലെ സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയൊക്കെ ഒരുപോലെ വെട്ടിലാക്കി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങേയറ്റം പ്രതിരോധത്തിലാണ് പാർട്ടി. പ്രധാനപ്പെട്ട നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല. പ്രതികരിക്കുന്ന നേതാക്കളാകട്ടെ അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയാൽ എന്താണ് കുഴപ്പം എന്നൊക്കെയുള്ള ഒഴുക്കൻ മറ്റുള്ള പ്രതികരണങ്ങൾ നടത്തി പോവുകയും ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, അജിത് കുമാർ സർക്കാരിൻ്റെ ഭാഗമല്ല, അല്ലെങ്കിൽ ക്ഷമിക്കണം, അജിത് കുമാർ CPM-ന്റെ ഭാഗമല്ല. CPM-ന്റെ ഭാഗമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് CPM പാർട്ടി മറുപടി പറഞ്ഞാൽ മതി എന്നൊക്കെയുള്ള ഒഴുക്കൻ മറ്റുള്ള ന്യായീകരണങ്ങൾ നേതാക്കൾ നടത്തുന്നുണ്ട്. എന്താണെങ്കിലും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചാണ് അദ്ദേഹം ഈ ആരോപണം ഉന്നയിക്കുന്നത്. അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം തനിക്കുണ്ട് എന്ന ബോധ്യത്തോടു കൂടിയാണ് പ്രതിപക്ഷ നേതാവ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ വർഷം, അതായത് 2023 മെയ് മാസം 22-ാം തീയതിയാണ് തൃശ്ശൂർ പാറമേക്കാവ് വിദ്യാമന്ദിർ സ്കൂളിൽ RSSന്റെ ഈ സമ്മേളനം നടക്കുന്നത്. ആ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയതാണ് RSSന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബെല്ല. അദ്ദേഹവുമായി ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. ഏതാണ്ട് 1 മണിക്കൂറോളം കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ചയ്ക്ക് ഇടനില വഹിച്ചത് തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു നേതാവാണ്, ഒരു RSS നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജയകുമാർ എന്ന് പോലും അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തൃശ്ശൂർ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 22-ന്റെ തൊട്ടടുത്ത ദിവസം തന്നെ തൃശ്ശൂർ സ്പെഷ്യൽ ബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകിയിരുന്നു. ADGP അജിത് കുമാർ ഈ RSSന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയെ കണ്ടിരുന്നു. അദ്ദേഹം എത്തിയത് സ്വകാര്യ വാഹനത്തിലാണ് എത്തിയത്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനം മാറ്റിവെച്ച് അദ്ദേഹം സ്വകാര്യ വാഹനത്തിലാണ് അദ്ദേഹം എത്തിയത് എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാര്യം, ADGP സഞ്ചരിക്കുന്ന സഞ്ചാരത്തിൻ്റെ രജിസ്റ്റർ അത് സ്വാഭാവികമായി ഈ ലോഗ് ബുക്കിൽ ഉണ്ടാകേണ്ടതാണ്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ സ്വകാര്യ വാഹനത്തിൽ അദ്ദേഹം പോയതെന്നുള്ള വിലയിരുത്തലാണ് ഉള്ളത്. എന്താണെങ്കിലും ADGPയോട് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരണം ചോദിച്ചു. ADGP ആ കൂടിക്കാഴ്ച സമ്മതിക്കുന്നുണ്ട്. RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊരു സ്വകാര്യ സന്ദർശനം മാത്രമായിരുന്നു. സംഭാഷണം പോലും സ്വകാര്യ സംഭാഷണങ്ങൾ മാത്രമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. തൻ്റെ സഹപാഠി ഈ ജയകുമാർ എന്ന് പറയുന്ന RSSന്റെ പോഷക സംഘടനാ നേതാവ് തൻ്റെ സഹപാഠിയാണ്. സഹപാഠി നിർബന്ധിച്ചതിനനുസരിച്ചാണ് അദ്ദേഹത്തിനോട് കൂടെ അദ്ദേഹത്തിനൊപ്പം ഈ RSS നേതാവിനെ കാണാൻ പോയതെന്ന വിശദീകരണമാണ് ADGP MR അജിത് കുമാർ നൽകുന്നത്.
ഉന്നയിക്കുന്നത്. പക്ഷേ അത് അത്ര കണ്ട് ദഹിക്കുന്നില്ല എന്നുള്ളത്. ഈ കൂടിക്കാഴ്ച നിഷേധിക്കാൻ തയ്യാറുണ്ടോ എന്ന വെല്ലുവിളി, പ്രതിപക്ഷ നേതാവിൻ്റെ വെല്ലുവിളി ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ആ വെല്ലുവിളി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മറുപടി പറയാൻ തയ്യാറായാൽ, ആ കൂടിക്കാഴ്ച നിഷേധിക്കാൻ തയ്യാറായാൽ തെളിവുകൾ താൻ പുറത്തുവിടുമെന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വെല്ലുവിളി. കോൺഗ്രസ് അതുമായി ബന്ധപ്പെട്ട കൃത്യമായ ആരോപണം CPM-നും മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ഉന്നയിക്കുന്നുണ്ട്. അതിൽ മറുപടി പറയേണ്ട ബാധ്യതയിലേക്ക് മുഖ്യമന്ത്രിയും സർക്കാരും ഒപ്പം പാർട്ടിയും മാറിയിരിക്കുന്നു. ആ ഒഴുക്കൻ മട്ടിലുള്ള മറുപടി കൊണ്ട് മതിയാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, നമ്മൾ നേരത്തെ അറിയാം, LDF കൺവീനർ EP ജയരാജൻ പ്രകാശ് ജാവദേക്കറുമായി നടന്ന കൂടിക്കാഴ്ച CPM-ൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. അതിനെ തുടർന്ന് LDF കൺവീനർ സ്ഥാനം പോലും EP ജയരാജൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായി ആരോപിക്കുന്നത് തൃശ്ശൂർ പൂരം കലക്കുന്നതിനല്ല ഈ കൂടിക്കാഴ്ച നടന്നത്. പകരം ആ സമയത്ത് കേന്ദ്ര ഏജൻസികൾ സംസ്ഥാന സർക്കാരിൻ്റെ പലവിധമായ ഇടങ്ങളിൽ പിടിമുറുക്കിയിരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമായി ഈ RSSന്റെ ദേശീയ നേതാവുമായുള്ള കൂടിക്കാഴ്ച നടന്നതെന്ന ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. അതിനെ തുടർന്ന് രാഷ്ട്രീയ ബാന്ധവം ശക്തിപ്പെട്ടു. അതിൻ്റെ പരിണിത ഫലമാണ് തൃശ്ശൂർ പൂരം കലക്കുന്നതിലേക്കും BJP തൃശ്ശൂരിൽ അക്കൗണ്ട് തുറക്കുന്നതിലേക്കും കൊണ്ടെത്തിച്ചതെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. അത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു, മുഖ്യമന്ത്രിയുടെ ഒത്താശയോടുകൂടിയായിരുന്നു ഇതെല്ലാം നടന്നത് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്, കോൺഗ്രസ് ആരോപിക്കുന്നത്. അതായത് CPM-നെ മുഖ്യമന്ത്രിയും കൃത്യമായി RSSന്റെ ബാന്ധവത്തിലേക്ക് കെട്ടുന്നു. അത് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുള്ള കോൺഗ്രസിന്റെ നീക്കമാണെന്ന് കൃത്യമായി തന്നെ പറയാം. അങ്ങനെ തന്നെ നിരീക്ഷിക്കാം. എന്താണെങ്കിലും മറുപടി നൽകേണ്ട സാഹചര്യത്തിലേക്ക് സർക്കാരും CPM-ഉം മുഖ്യമന്ത്രിയും മാറിയിരിക്കുന്നു, പോലീസും മാറിയിരിക്കുന്നു. മറ്റൊരു കാര്യം കൂടിയുണ്ട് SKN. ഈ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് PV അൻവറിന്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉണ്ടായിരുന്നു. അവിടെ ADGP MR അജിത് കുമാർ തൃശ്ശൂരിൽ ക്യാമ്പ് ചെയ്താണ് ഈ പൂരം കലക്കുന്നതിന് നേതൃത്വം നൽകിയതെന്നാണ് PV അൻവറിന്റെ ആരോപണം. അതടക്കം DGP-യുടെ അന്വേഷണ പരിധിയിലുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. DGP ഷെയ്ഖ് ദർവേസ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അതടക്കം പരിശോധിക്കുന്നുണ്ട്. ആ അന്വേഷണ പരിധിയിൽ കൂടി ഈ കൂടിക്കാഴ്ച വിവാദം കൂടി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഈ സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയിരുന്ന റിപ്പോർട്ട് അത് സർക്കാർ അവഗണിച്ചു. സർക്കാർ അറിഞ്ഞിട്ടും അറിയാത്ത മട്ടിൽ പെരുമാറി എന്നുള്ളത് കൂടി മുഖവിലേക്ക് എടുക്കേണ്ടി വരും. ഓക്കെ, അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ഇതിൻ്റെ രാഷ്ട്രീയ മാനങ്ങൾ എന്തെന്ന് പരിശോധിക്കാൻ നമുക്കൊപ്പം ഷെഫീദ് റാവുത്തർ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ഷെഫീദ്, മറ്റെന്ത് വിവരമാണ് തലസ്ഥാന നഗരിയിൽ നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്? ഓരോ മണിക്കൂർ കഴിയുന്തോറും ഈ സന്ദർശനത്തിൻ്റെ കൂടുതൽ വെളിപ്പെടുത്തലുകളും വിവാദങ്ങളും പുറത്തു വരുന്നല്ലോ. ഉറപ്പായിട്ടും, അതായത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് CPI അടക്കം ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ വിയോജിപ്പ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഒരു ADGP, സംസ്ഥാനത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന സ്ഥലത്തെ ADGP ഒരു BJP നേതാവുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അത് സ്വകാര്യ കൂടിക്കാഴ്ച അല്ലെങ്കിൽ സ്വകാര്യമായ ആവശ്യം എന്ന് പറഞ്ഞാൽ പോലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് പ്രതിപക്ഷത്തിന് മുൻപിലും ഘടകകക്ഷികൾക്ക് മുൻപിലും ഏതെങ്കിലും തരത്തിൽ ന്യായീകരണത്തിന് സാധ്യതയില്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് മുൻപ് അലക്സ് റാം മുഹമ്മദ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ റിപ്പോർട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് ഇന്റലിജൻസ് ADGP-യുടെ പക്കൽ ഈ റിപ്പോർട്ട് എത്തിയിരുന്നു. എന്നിട്ടും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു വിശദീകരണം പോലും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും DGP-യുടെ നേതൃത്വത്തിലുള്ള പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതിയുടെ പരിധിയിൽ ഇത് വരും. കാരണം PV അൻവർ നൽകിയ പരാതിയിൽ ഇതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇതിനോടകം തന്നെ സംസ്ഥാന പോലീസ് മേധാവിയുടെ അടക്കമുള്ള സംഘം ഇന്റലിജൻസ് ADGP-യുടെ പക്കൽ നിന്ന് ഈ റിപ്പോർട്ട് അത് വാങ്ങി പരിശോധിക്കുന്നു എന്നുള്ള വിവരം നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. ഏതായാലും അതിനുശേഷമൊക്കെ ആയിരിക്കും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിശദീകരണമോ അതല്ലെങ്കിൽ എന്തെങ്കിലും തീരുമാനമോ ഉണ്ടാവുക. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ചും CPM-നെ സംബന്ധിച്ചും പ്രതിരോധത്തിലാകുന്ന ഒരു വിഷയമാണ്. മാത്രമല്ല ഇന്നലെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ആരെങ്കിലും കാണുന്നതിലല്ല പ്രശ്നം, അത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് കാണുന്നത് എന്നുള്ളതിലാണ് പ്രശ്നം. അത് മാത്രമാണ് പാർട്ടിക്ക് മുൻപിലുള്ള പ്രശ്നമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞൊഴിഞ്ഞത്. പക്ഷേ ആ ഒരൊറ്റ വിശദീകരണം കൊണ്ട് മാത്രം ഇക്കാര്യത്തിൽ സർക്കാരിന്റെ തല ഊരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി മുഖ്യമന്ത്രി എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ള ചോദ്യം ഉയരും. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം തൊട്ടടുത്ത ദിവസങ്ങളിൽ കാണാനുള്ള സാധ്യതയും ഉണ്ട്. ഓക്കെ അലക്സ്, നമുക്കൊപ്പം ഷെഫീദ് റാവുത്തറാണ് ടെലിഫോൺ ഉണ്ടായിരുന്നത്. ഇനി ഇത് പുതിയ രാഷ്ട്രീയ മാനങ്ങൾ കൈവരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകൻ ദിലീപ് കുമാർ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുന്നു. ദിലീപ് കുമാർ, ഈ വാർത്തകളെ നിരീക്ഷിക്കുമ്പോൾ എങ്ങോട്ടാണ് ഈ വാർത്തയുടെ പോക്ക് ഇപ്പോൾ? SKN പ്രതിപക്ഷത്തെ സംബന്ധിച്ച് വലിയൊരു വടിയാണ് സർക്കാരിനെ പ്രഹരിക്കാനും ഇടതുമുന്നണിയെ ആക്രമിക്കുന്നതിനും ലഭിച്ചിരിക്കുന്നത്. അവർ ഇത് ഉപയോഗിക്കുന്നതിനുള്ള തീരുമാനം തന്നെയാണ്. ഒരു കാരണവശാലും ഇതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതില്ല എന്ന നിലപാടാണിപ്പോൾ ഈ UDF നേതാക്കൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളത്. RSS നേതൃത്വവുമായി ADGP MR അജിത് കുമാർ നടത്തിയ ചർച്ച, അത് മുഖ്യമന്ത്രിയുടെ ദൂതൻ എന്ന നിലയിലാണ് ഈ ചർച്ച നടത്തിയിട്ടുള്ളത്. അത് നേരത്തെ മുതൽ തന്നെ UDF ഉന്നയിക്കുന്ന BJP CPIM ബാന്ധവം അക്കാര്യത്തിൽ ഊന്നിക്കൊണ്ടായിരിക്കണം അടുത്ത തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടത് എന്ന ഒരു തീരുമാനമാണ് UDF നേതാക്കൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം കൂടുതൽ ആളിക്കത്തിക്കുന്നതിനുള്ള ശ്രമമായിരിക്കും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക.
ഭരണപക്ഷമാകട്ടെ ഇടതുമുന്നണിയാകട്ടെ സ്വാഭാവികമായും അതിൽ ചില എതിർപ്പുകൾ ഇപ്പോൾ വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് CPIയുടെ ഭാഗത്ത് നിന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ ഈ കൂടിക്കാഴ്ചയ്ക്കെതിരെ തുറന്നടിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. സർക്കാരിൻ്റെ ചെലവിൽ ഇത്തരം കൂടിക്കാഴ്ചകൾ ആവശ്യമില്ല, അതിനെ അംഗീകരിക്കില്ല എന്ന നിലപാടാണ് ബിനോയ് വിശ്വം സ്വീകരിച്ചിരിക്കുന്നത്. തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട VS സുനിൽകുമാറും ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇടതുമുന്നണി ഈ കാര്യത്തിൽ വളരെ സങ്കീർണമായൊരു വിഷയത്തിലേക്കാണ് CPIഎമ്മും ഇടതുമുന്നണിയും എത്തിയിരിക്കുന്നത്. RSS CPIഎം ബാന്ധവം ഉണ്ട് എന്ന ആരോപണം, പ്രതിപക്ഷ ആരോപണത്തെ ശക്തമായി അത് ചെറുക്കാൻ രാഷ്ട്രീയമായൊരു തീരുമാനം ഇടതുമുന്നണി നേതാക്കൾക്കിടയിൽ ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഈ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ കൂടി വരുന്നതോടെ അത് CPI അടക്കമുള്ള ഘടകകക്ഷികളുടെ കൂടുതൽ എതിർപ്പിന് വഴിയൊരുക്കുകയാണ്. 2023 മെയ് മാസം 22-ാം തീയതിയാണ് പാറമേക്കാവ് വിദ്യാമന്ദിറിൽ വെച്ച് ഈ കൂടിക്കാഴ്ച നടത്തിയത്. തൃശ്ശൂരിൽ ഒരു ഹോട്ടലിൽ തന്നെയായിരുന്നു ADGP MR അജിത് കുമാറും RSSൻ്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല്ലയും താമസിച്ചിരുന്നത്. അതിനുശേഷമാണ് ഈ കാർ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിൽ അവിടെ പാർക്ക് ചെയ്തതിനു ശേഷമാണ് ADGP MR അജിത് കുമാർ, RSSൻ്റെ ദേശീയ നേതാവായിട്ടുള്ള A ജയകുമാർ, അദ്ദേഹം തിരുവനന്തപുരം കൈമനം സ്വദേശിയാണ്, സ്വദേശി ശാസ്ത്ര പ്രസ്ഥാനം അത് രൂപീകരിച്ചുകൊണ്ട് RSSൻ്റെ നേരത്തെ തന്നെ പ്രചാരകരായിരുന്നു അദ്ദേഹം. അതുമായി ബന്ധപ്പെട്ട് ഈ ശാസ്ത്രജ്ഞരെ BJPയുടെ വഴിയിലേക്ക് എത്തിക്കുന്നതിന്, RSSൻ്റെ വഴിയിലേക്ക് എത്തിക്കുന്നതിനൊക്കെ ഏറെ പരിശ്രമം നടത്തുകയും പിന്നീട് ദേശീയ തലത്തിൽ തന്നെ വിജ്ഞാൻ ഭാരതി എന്ന പേരിൽ വിഭ എന്ന ചുരുക്കെഴുത്തിൽ അറിയപ്പെടുന്ന വിജ്ഞാൻ ഭാരതി എന്ന ഒരു ശാസ്ത്ര പ്രസ്ഥാനം രൂപീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ഉന്നത BJP നേതാക്കളുമായെല്ലാം വളരെ അടുത്ത ബന്ധമുള്ള നേതാവാണ് A ജയകുമാർ. അദ്ദേഹം പൊതുരംഗത്ത് അങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. ക്യാമറകൾക്ക് മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിന് പോലും അദ്ദേഹം വിമുഖത കാണിക്കുന്നുവെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഒരു ആ നിലയിൽ ഒരു നേതാവല്ല. പക്ഷേ അദ്ദേഹം RSSൻ്റെ ദേശീയ നേതൃത്വവുമായി BJPയുടെ ദേശീയ നേതൃത്വവുമായൊക്കെ വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് A ജയകുമാർ. നേരത്തെ ഒരു ഘട്ടത്തിൽ ഈ PS ശ്രീധരൻപിള്ള ഗോവ ഗവർണറായി പോയ സമയത്തൊക്കെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിലേക്ക് പരിഗണിക്കപ്പെട്ട പേരുകളിലൊന്നാണ് A ജയകുമാറിൻ്റേത്. അങ്ങനെയുള്ള ദേശീയ നേതാവായ A ജയകുമാറുമായി ADGP MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തുന്നു. പക്ഷേ തിരുവനന്തപുരത്ത് ഇവർ അടുത്ത സ്ഥലവാസികളാണ്. മാത്രമല്ല കോളേജ് കാലത്ത് ഇവർ ഒരുമിച്ച് പഠിച്ചിരുന്നതാണ്. അതുകൊണ്ടൊരു സഹപാഠിയെ കണ്ടു എന്നതാണ് ഇതിനകത്ത് ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നൽകിയ വിശദീകരണം. അതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ മാനങ്ങളില്ല, വ്യക്തിപരമായ സന്ദർശനമെന്ന് ADGP പറയുന്നുണ്ട്. പക്ഷേ ഇതിന് ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരിക ഇടതുമുന്നണിയും സർക്കാരുമായിരിക്കും. SKN.